ഹലോ. അപ്പോൾ ഇന്ന് നല്ലൊരു ഡെസേർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സൺഷൈൻ ലെയർ പുഡിങ്. അതിന് 3 ലെയേഴ്സാണ് വരുന്നത്. അതിന് ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് നമ്മൾ പെട്ട് യൂസ് ചെയ്തിട്ടാണ്. അതിനായിട്ട് നമ്മൾ പുഡിങ് സെറ്റാക്കുന്ന പാത്രത്തിൽ കണ്ടൻസ് മിൽക്കും ഫ്രഷ് ക്രീമും നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതിലൊക്കെ നമ്മൾ അരികെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് നല്ല അടുപ്പിച്ച് അത് ഫില്ലാവുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ ഫസ്റ്റ് ലെയറിൻ്റെ പരിപാടിയിലേക്ക് പോവാം. അതിന് നമ്മൾ പാലെടുത്തിട്ട് പാൽ തിളച്ച് വരുമ്പോൾ നമ്മൾ കാരമൽ പുഡിംഗ് മിക്സ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിൽ തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും, എന്നാലും നമ്മൾ ബ്രെഡിൻ്റെ മേലെ ഒഴിക്കാനുള്ളതായതുകൊണ്ട് നമ്മൾ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി അത് തിളച്ച് വരുമ്പോൾ നമ്മൾ അത് ബ്രെഡിൻ്റെ മേലെ നന്നായിട്ട് ഫുള്ള് കവറാവുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കണം. ആ ബ്രെഡ് ഇങ്ങോട്ട് വലിച്ചെടുക്കണം, നല്ല അതിൽ അബ്സോർബ് ആയിട്ടുണ്ടാവണം. അപ്പോൾ നല്ല ഫ്ലേവർ അപ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ ഉണ്ടാക്കി അത്രയും നമ്മൾ അതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി നെക്സ്റ്റ് ലെയറിൻ്റെ പരിപാടി തുടങ്ങാം. അതിന് നമ്മൾ പാല് തിളപ്പിക്കാൻ വെക്കുക. പാല് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കണം. ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് അതൊന്ന് ചൂടാക്കി ഇങ്ങനെ വരുമ്പം അത് നല്ല മെൽറ്റായി കിട്ടും. അതേസമയം നമ്മൾ ആ തിളച്ച് വന്ന പാലിലോട്ട് കണ്ടൻസ് മിൽക്കും പഞ്ചസാരയും പിന്നെ നമ്മൾ ഒരു ടീസ്പൂണ് വാനില എസെൻസും കൂടെ ചേർത്തിട്ട് ഈ മെൽറ്റായി വന്നിട്ടുള്ള ചൈന ഗ്രാസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതും കൂടെ നമുക്ക് ആ ബ്രെഡിൻ്റെ മേലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 ലെയർ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു തേർഡ് ലെയർ വരുന്നുണ്ട്. തേർഡ് ലെയർ വരുന്നത് നമ്മുടെ ഒരു ജെല്ലി ലെയറാണ് വരുന്നത്. ഇതിനായിട്ട് നമ്മൾ പൈനാപ്പിൾ ജെല്ലി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പൗഡർ നമ്മൾ ജസ്റ്റ് നല്ല തിളച്ച വെള്ളത്തിൽ മിക്സാക്കി വെച്ചാൽ മതി. അത് നല്ല റെഡിയാവും. വെള്ളം കൂടണ്ട, കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. നല്ല കട്ടയിൽ കിട്ടുള്ളൂ നമുക്ക്. ഇനി നമ്മൾ അതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പൈനാപ്പിളാണ് എടുക്കുന്നത്. പൈനാപ്പിൾ നമ്മൾ ചെറിയ പീസാക്കിയതിന് ശേഷം അതൊന്ന് കാരമൽ ചെയ്യണം. കാരമൽ ചെയ്യാനായിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ട് പൈനാപ്പിളും അതിൻ്റെ കൂടെ പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കി അതിങ്ങോട്ട് ആ പഞ്ചസാര മെൽറ്റായി കഴിഞ്ഞ് നല്ല ഫ്ലേവർ കിട്ടും, നല്ലൊരു സ്മെല്ലൊക്കെ അപ്പോൾ വരും. അതുവരെ നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ റെഡിയാക്കി വെച്ച ആ പുഡിങ്ങിലേക്ക് നമ്മൾ ഈ പൈനാപ്പിൾ നല്ലോണം എല്ലായിടത്തും വിതറിക്കൊടുത്ത് അതിൻ്റെ മേലെ ആ ജെല്ലി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ജെല്ലിയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ എല്ലായിടത്തും ഒഴിച്ച് കൊടുക്കണം. എന്നാലേ അതിൻ്റെ ആ ഒരു ഭംഗി കണ്ടില്ല, നല്ലൊരു സൺഷൈൻ ലുക്ക് തന്നെ വരുന്നില്ലേ. അതിന് സൺഷൈൻ പുഡിങ് തന്നെ പേര് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കണം. ഇനി ഒരു 4 to 5 ഹവേഴ്സൊക്കെ കഴിഞ്ഞെടുത്ത് നോക്കിയാൽ നമുക്ക് അടിപൊളി സൺഷൈൻ ലെയർ പുഡിങ്. ഇതിന് നമ്മൾ ആ പൈനാപ്പിളിൻ്റെ ഒരു കാരമലൈസ് ചെയ്ത ഫ്ലേവറും പിന്നെ നമ്മളെ കാരമൽ പുഡിങ്ങിൻ്റെ ഫ്ലേവറും എല്ലാം കൂടി നമുക്കൊരു അടിപൊളി ടേസ്റ്റാണ് കിട്ടുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത ഡെസേർട്ട് എന്തായിരിക്കും, പൈനാപ്പിൾ ലെയർ പുഡിങ് ആയിരിക്കട്ടെ. ഓക്കെ.